നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എ സി പെട്ടെന്ന് ഇല്ലാതെയായാൽ, അതായത് എ സി കൂളിംഗ് പെട്ടെന്ന് ഇല്ലാതെയാകുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രധാന കാര്യം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എ സി കട്ട് ഓഫ് ആയി, അതായത് എ സിക്ക് തണുപ്പ് വരുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ എ സിയുടെ ഇവിടെ വരുന്ന ഈ ഒരു ഹീറ്റും കോൾഡും ഒക്കെ ആക്കാൻ വേണ്ടി ഒരു നോബ് വരുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഒന്ന് ഇട്ട് നോക്കുക. അങ്ങനെ ഇടുന്ന സമയത്ത് എ സിക്ക് തണുപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ തണുപ്പ് വരുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ആ ഷട്ടർ ചിലപ്പോൾ ഒന്ന് മാറിപ്പോയതായിരിക്കും. അറിയാതെ വല്ല നമ്മൾ തിരിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇട്ടപ്പോൾ ഷട്ടർ സ്റ്റക്കായി വല്ല നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ സെയിം ഇഷ്യൂ കാണിക്കും. ഓക്കെ, അത് ചെയ്തിട്ട് മാറ്റമൊന്നുമില്ല. എ സിയുടെ സ്വിച്ച് ഓൺ ആണോ എന്നൊന്ന് ജസ്റ്റ് കൺഫേം ആക്കുക. ഓൺ ആണ്. അത് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓൺ ആണ്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് എന്തെങ്കിലും ഓവർ ഹീറ്റിൻ്റെ സൈൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കുറച്ച് ദൂരം ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാണിക്കണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാണ്, വാഹനം സൈഡിലോട്ടൊന്ന് ഒതുക്കിയിടുക. അതായത് വാഹനം സൈഡിലോട്ട് ഒതുക്കിയതിന് ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡ് ഒന്ന് തുറക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. വണ്ടി കുറച്ച് പൊടിയാണ്, ഞാൻ പറഞ്ഞ പോലെ ഒരു ലോങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നത് കഴുകാനുള്ള സാവകാശം കിട്ടിയില്ല. ഓക്കെ, നമ്മുടെ ഹുഡ് തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് ഈ ടൈപ്പ് ഒരു വണ്ണം കൂടിയ പൈപ്പ് കാണും. ഇതിലൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ മാനുവലായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പം നല്ല കല്ലുപോലെ ഇരിക്കുന്നത് കാണാം. ഇതൊരു റബ്ബർ പൈപ്പാണ്. ഇതിനകത്ത് ഗ്യാസിൻ്റെ പ്രഷർ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് അത്രയും ഹാർഡായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, എ സി ഗ്യാസ് ഉണ്ട്, പ്രശ്നമില്ല. ഇനി നമ്മുടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ന്യൂട്രാണെന്നൊന്ന് ശ്രദ്ധിച്ചോണം. ഹാൻഡ് ബ്രേക്കും കൂടെ അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തേക്കണം. എന്നിട്ട് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എ സി ഓണാണ്. ഓക്കെ, ഇപ്പോൾ എ സിയുടെ കംപ്രസർ പിടിച്ച് വെച്ചാൽ എല്ലാവരും കേട്ട് കാണും. എന്നിട്ട് ഈ സൈഡിൽ ഒരു ഫാൻ വരുന്നുണ്ട്. അത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടോ, നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ ഭാഗത്ത് മാത്രം ഒന്ന് കൈ ഇങ്ങനെ വെച്ച് നോക്കാം. കാറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ഫാൻ കറങ്ങുന്നതിൻ്റെ കാറ്റ് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇപ്പം നല്ല രീതിക്ക് കാറ്റ് വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് അത് കാറ്റ് വരുന്നുണ്ടോ, ഈ ഒരു പൈപ്പിൽ ഈ റബ്ബർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അലുമിനിയം ഭാഗത്തോട്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ തണുപ്പുണ്ടെങ്കിൽ എ സി വർക്കിംഗ് ആണ്. അകത്തെ പ്രശ്നമായിരിക്കും. ഇതിപ്പോൾ കണ്ടു, ഇപ്പോൾ നല്ല തണുക്കുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ എ സി വർക്കിംഗ് ആണ്. അകത്തെ കൂളിംഗ് കോയിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇങ്ങോട്ട് കാറ്റ് വലിക്കാത്തത് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. റേഡിയേറ്റർ ഫാൻ വർക്കിംഗ്. അപ്പോൾ റേഡിയേറ്റർ ഫാൻ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, വാഹനത്തിൻ്റെ കണ്ടൻസർ, അതായത് എ സിയുടെ കണ്ടൻസർ തണുക്കുന്നുണ്ട്. തണുക്കാൻ വേണ്ടി റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ട്. ഈ പോർഷൻ ഇതൊന്നും പ്രശ്നം ഇല്ലെന്നുണ്ടെങ്കിൽ അകത്തെ പ്രശ്നമായിരിക്കും നമുക്ക് ഉറപ്പിക്കുക. അതായത് കൂളിംഗ് കോയിൽ വല്ലതും ബ്ലോക്ക് ആയിരിക്കുന്നതോ, മിക്കവാറും ഒരു 90% കൂളിംഗ് കോയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ സെയിം പ്രശ്നം കാണിക്കും. കാറ്റ് കയറി വരത്തില്ല, അതുകൊണ്ട് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ. ഈ ഓവർ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ റേഡിയേറ്റർ ഫാൻ കറങ്ങും. ചില കേസുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ. റേഡിയേറ്റർ ഫാൻ കറങ്ങും. ചിലപ്പോൾ കൂളൻ്റ് ഇല്ലായിരിക്കും, ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ കാണിക്കും. ചില കേസുകളിൽ തെർമോസ്റ്റാറ്റ്, അതായത് നമ്മുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി ഇവിടെ ഒരു തെർമോസ്റ്റാറ്റ് വരുന്നുണ്ട്. ഈ ടെമ്പറേച്ചറല്ല, എഞ്ചിനിലോട്ടുള്ള കൂളൻ്റെ സർക്കുലേഷൻ തീരുമാനിക്കുന്ന ഈ ഒരു തെർമോസ്റ്റാറ്റാണ്. ഈ തെർമോസ്റ്റാറ്റിൻ്റെ തൊട്ട് മേളിലായിട്ട് ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്, കണ്ടോ. ഇത് കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയുള്ള സെൻസറാണ്. അതായത് കൂളൻറ്റിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ട്, ആ ചൂടിനനുസരിച്ച്, ഈ കൂളൻ്റെ ചൂടെന്ന് ഉദ്ദേശിക്കുന്ന എഞ്ചിൻ്റെ അതേ ചൂട് തന്നെ ആയിരിക്കും. കാരണം എഞ്ചിൻ്റെ ചൂടിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ കൂളൻ്റ് യൂസ് ചെയ്യുന്നത്. ഈ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ ആ സെൻസർ സെൻസ് ചെയ്തിട്ട് ആണ് ഈ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സിഗ്നൽ ചെല്ലുന്ന സമയത്ത് അതിനനുസരിച്ച് ഇതിനകത്ത് കൂളൻറ്റിൻ്റെ സർക്കുലേഷനും കൂളൻ്റ് തണുപ്പിക്കാനും വേണ്ടിയിട്ട് ഈ റേഡിയേറ്റർ ഫാൻ അതുപോലെ കറങ്ങി റേഡിയേറ്റർ വഴി കയറുമ്പോഴത്തേക്കും ആ കൂളൻ്റ് തണുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ മനസ്സിലാവും. ഇതുപോലെ എപ്പോഴെങ്കിലും ഓവർ ഹീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂളൻ്റ് ഇല്ലാതെ വരും, കൂളൻ്റ് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഫാൻ, ഞാനിപ്പോൾ ഈ കാണിച്ച റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നില്ലെങ്കിൽ പോലും എ സി വർക്ക് ചെയ്യത്തില്ല. ഫസ്റ്റ് കാണിക്കുന്ന സിംറ്റം അതാണ്, എ സി വർക്ക് ചെയ്യത്തില്ല. അതിനുശേഷം നമ്മുടെ എ സി വർക്ക് ചെയ്യാതെ വരും. അതിനുശേഷം നമ്മുടെ വാഹനത്തിൻ്റെ ഓവർ ഹീറ്റ് സിമ്പിൾ കാണിക്കും. ഓവർ ഹീറ്റ് സിമ്പിൾ കാണിച്ച പിന്നെ ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. വാഹനം സൈഡിലോട്ട് ഒതുക്കിയിടുക. കാരണം ഏതെങ്കിലും രീതിക്ക് നിങ്ങൾ വാഹനം ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനം ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് എഞ്ചിന് വരെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ഒരു പോയിന്റ്, റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാതെ വരുന്നു, അല്ലെങ്കിൽ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ചൂട് കൊണ്ടായിരിക്കും റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഹീറ്റ് ഇല്ലാത്ത, അതായത് വാഹനത്തിൽ ഒട്ടും ചൂടില്ല, അങ്ങനെയാണെങ്കിൽ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ പോലെ എ സിയുടെ ഗ്യാസും ഉണ്ട്, ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്രസറിന് റിലേ വരുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് കംപ്രസർ റിലേ കൊടുത്തിട്ടുണ്ട്. ഈ കംപ്രസർ റിലേക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വരും റേഡിയേറ്ററിൻ്റെ റിലേ. റേഡിയേറ്റർ ഇപ്പം നമ്മൾ റേഡിയേറ്റർ ഫാനിൻ്റെ നമ്മളിപ്പോൾ ഉറപ്പ് പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ റേഡിയേറ്റർ ഫാനിൻ്റെ റിലേ പോയാലും ഈ സെയിം ഇഷ്യൂ കാണിക്കും. കംപ്രസറിൻ്റെ റിലേ പോയാലും ഇഷ്യൂ കാണിക്കും. കംപ്രസറിന് ഫ്യൂസ് വരുന്നുണ്ട്.
കണ്ടോ കംപ്രസറിൻ്റെ 10 ആമ്പിയർ ഫ്യൂസ് വരുന്നുണ്ട്. ഈ ഫ്യൂസ് പോയാലും വരും, റേഡിയേറ്റർ ഫാനിൻ്റെ ഫ്യൂസ് പോയാലും വരും. അങ്ങനെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് വിഷയം വരുമെന്ന് പറഞ്ഞാൽ പലരും ചിലപ്പം വിളിച്ച് ചോദിക്കും, രാകേഷേ എൻ്റെ വാഹനത്തിൻ്റെ AC വർക്ക് ചെയ്യുന്നില്ല, എന്തായിരിക്കും കാര്യം? ഇതെല്ലാം AC വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് റിലേ പോയാൽ, ഫ്യൂസ് പോയാൽ, വയറിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടി തട്ടി കൂളൻ്റ് ലീക്കായി പോയാൽ, ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ AC വർക്ക് ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഇറങ്ങി ഇതുപോലെ AC വർക്ക് ചെയ്യാതെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നോക്കിയേക്കുക, അടിഭാഗത്ത് വല്ലതും കൂളൻ്റ് ലീക്കോ കാര്യങ്ങളോ വല്ലതും കാണിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കാരണവശാലും വാഹനം ഓടിക്കരുത്, സൈഡിൽ ഒതുക്കി നിർത്തുക. ഏറ്റവും അടുത്തുള്ള റോഡ് അസിസ്റ്റൻസ് വിളിച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക.